പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ നേവിയുടെ സബ്മറൈൻ ഫ്ലീറ്റിനെ കുറിച്ചുള്ള ചില അപ്ഡേറ്റുകൾ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇതിൽ ആദ്യത്തേത് ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച ന്യൂക്ലിയർ സബ്മറൈൻ INS ഹരിതമൻ ഈ വർഷം അവസാനത്തോടുകൂടി ഇന്ത്യൻ നേവിയിലേക്ക് ഇൻഡക്റ്റ് ചെയ്യും എന്നതാണ്. ഹരിതമൻ ഒരു ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈനാണ്, അഥവാ SSBN. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ന്യൂക്ലിയർ വാർഹെഡ് ഘടിപ്പിച്ച ബാലിസ്റ്റിക് മിസൈലുകൾ ലോഞ്ച് ചെയ്യുവാൻ കഴിവുള്ള സബ്മറൈനുകളാണ് SSBN. ഇന്ത്യയുടെ ന്യൂക്ലിയർ സബ്മറൈൻ ലോകത്തിലെ തന്നെ ഏറ്റവും സീക്രട്ടീവായ പ്രോഗ്രാമാണ്. ഒന്നോ രണ്ടോ ചിത്രങ്ങൾ മാത്രമാണ് പബ്ലിക്കായി നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇവയെക്കുറിച്ചുള്ള വിവരങ്ങൾ വളരെ കുറവാണ്. അഡ്വാൻസ്ഡ് ടെക്നോളജി വെസൽ അഥവാ ATV എന്ന പ്രോഗ്രാമിന്റെ കീഴിലാണ് ഇന്ത്യ ന്യൂക്ലിയർ സബ്മറൈനുകൾ ഡെവലപ്പ് ചെയ്തത്. ഇവയിൽ ആദ്യത്തേത് S2 എന്ന കോഡ് നെയിമിൽ അറിയപ്പെടുന്ന INS അരിഹന്ത് ആണ്. S3 എന്ന കോഡിൽ അറിയപ്പെടുന്ന INS അരിഘട്ട് ആണ് രണ്ടാമത്തേത്. INS അരിഹന്തും INS അരിഘട്ടും ഒരുപോലെയുള്ള രണ്ട് സബ്മറൈനുകളാണ്. ഇവയ്ക്ക് 12 K-15 മിസൈലുകളോ അല്ലെങ്കിൽ 4 K-4 മിസൈലുകളോ വഹിക്കുവാൻ സാധിക്കും. K-15 മിസൈലിന് 700 കിലോമീറ്റർ മുതൽ 1500 കിലോമീറ്റർ വരെയാണ് റേഞ്ച്. K-4 മിസൈലിന് 3500 കിലോമീറ്റർ വരെ റേഞ്ച് ഉണ്ട്. INS ഹരിതമൻ S4 എന്ന കോഡിലാണ് അറിയപ്പെടുന്നത്. INS ഹരിതമൻ, INS അരിഹന്ത്, INS അരിഘട്ട് എന്നീ സബ്മറൈനുകളേക്കാൾ വലിപ്പം കൂടിയതും അഡ്വാൻസ്ഡുമാണ്. INS ഹരിതമന് അരിഹന്തിനേക്കാൾ 10 മീറ്റർ കൂടുതൽ നീളവും 1000 ടൺ അധികം ഡിസ്പ്ലേസ്മെന്റുമുണ്ട്. അതുപോലെ തന്നെ INS ഹരിതമനിലുള്ള ന്യൂക്ലിയർ റിയാക്ടർ അരിഹന്തിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആണ്. കൂടാതെ അരിഹന്തിന്റെ ഇരട്ടി മിസൈലുകൾ വഹിക്കുവാൻ അരിധമന് കഴിയും. അതായത് 24 K-15 മിസൈൽ അല്ലെങ്കിൽ 8 K-4 മിസൈൽ. ഒരുപക്ഷെ അരിധമന്റെ അതേ വലിപ്പമുള്ള മറ്റൊരു സബ്മറൈൻ കൂടി ഉണ്ടാകാം. S4 സ്റ്റാർ എന്നാണ് ഈ സബ്മറൈന് നൽകിയിരിക്കുന്ന കോഡ് നെയിം. ഒരുപക്ഷെ S4 സ്റ്റാർ സബ്മറൈൻ ഇതിനോടകം തന്നെ നിർമ്മിച്ചിട്ടുണ്ടാകാം. ഇവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒന്നും തന്നെ ലഭ്യമല്ല. INS ഹരിതമനിൽ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയർ റിയാക്ടറാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇവയിൽ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റെൽത്ത് ഫീച്ചേഴ്സും നൽകിയിട്ടുണ്ട്. ഇന്ത്യയുടെ ന്യൂക്ലിയർ ട്രയഡിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻ്റാണ് ന്യൂക്ലിയർ സബ്മറൈനുകൾ. നിലവിൽ INS അരിഹന്ത്, INS അരിഘട്ട് എന്നിവയാണ് ഇന്ത്യൻ നേവി ഉപയോഗിക്കുന്ന SSBN സബ്മറൈനുകൾ. INS ഹരിതമൻ കൂടി എത്തുന്നതോടുകൂടി ഇന്ത്യയുടെ സീ ബേസ്ഡ് ന്യൂക്ലിയർ ഡിറ്ററൻസ് ഇരട്ടിയാകും. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് S5 ക്ലാസ് സബ്മറൈനുകളെ കുറിച്ചുള്ളതാണ്. 2027 ഇവയുടെ നിർമ്മാണം ആരംഭിക്കും എന്നാണ് ഏറ്റവും പുതിയ വിവരം. അരിഹന്ത് ക്ലാസ് സബ്മറൈനുകൾ വളരെ അഡ്വാൻസ്ഡ് ആണെങ്കിലും ഇവ തീരെ ചെറിയ സബ്മറൈനുകളാണ്. K-4 മിസൈലിനെ വഹിക്കുവാൻ ശേഷിയുള്ള ഇവയ്ക്ക് പാകിസ്ഥാനെതിരെ വളരെ ഫലപ്രദമാണ്. എന്നാൽ ചൈനയ്ക്കെതിരെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയർ സബ്മറൈനുകൾ നമുക്ക് ആവശ്യമുണ്ട്. അതിനുവേണ്ടിയാണ് S5 ക്ലാസ് സബ്മറൈനുകൾ ഇന്ത്യ നിർമ്മിക്കുന്നത്. അരിഹന്ത് ക്ലാസ് സബ്മറൈനുകളുടെ ഇരട്ടിയിലധികം ഡിസ്പ്ലേസ്മെന്റ് S5 ക്ലാസ് സബ്മറൈനുകൾക്കുണ്ട്. 13,000 മുതൽ 13,500 ടൺ വരെയായിരിക്കും ഇവയുടെ ഡിസ്പ്ലേസ്മെന്റ്. S5 ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന ന്യൂക്ലിയർ റിയാക്ടറും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിരിക്കും. 190 മെഗാവാട്ട് പ്രഷറൈസ്ഡ് ലൈറ്റ് വാട്ടർ റിയാക്ടർ ആയിരിക്കും S5 ക്ലാസ്സിൽ ഉപയോഗിക്കുക. കോമ്പാക്ട് ലൈറ്റ് വാട്ടർ റിയാക്ടർ B2 എന്നാണ് ഈ റിയാക്ടറിന്റെ പേര്. അരിഹന്ത് ക്ലാസ്സിൽ ഉപയോഗിക്കുന്നത് 83 മെഗാവാട്ട് കോമ്പാക്ട് ലൈറ്റ് വാട്ടർ റിയാക്ടർ B1 ആണ്. ഇന്ത്യ നിർമ്മിക്കുന്ന 190 മെഗാവാട്ട് ന്യൂക്ലിയർ റിയാക്ടർ കൂടുതൽ സ്റ്റെൽത്ത് ഫീച്ചേഴ്സ് ഉള്ളവയായിരിക്കും. സബ്മറൈനുകളെ സംബന്ധിച്ച് സ്റ്റെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. S5 ക്ലാസ് സബ്മറൈനുകളുടെ സ്റ്റെൽത്ത് വർദ്ധിപ്പിക്കുവാൻ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പമ്പ് ജെറ്റ് പ്രൊപ്പൽഷനാണ് ഇവയിൽ ഉപയോഗിക്കുന്നത്. സബ്മറൈൻ്റെ പ്രൊപ്പലറുകൾക്ക് ചുറ്റും ഒരു ഷ്രൗഡ് നൽകിക്കൊണ്ടുള്ള ഒരു പ്രത്യേകതരം ഡിസൈനാണ് പമ്പ് ജെറ്റ് പ്രൊപ്പൽഷൻ. S5 ക്ലാസ് സബ്മറൈനുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവയിൽ ഉപയോഗിക്കുന്ന മിസൈലുകളാണ്. K-5, K-6 സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലുകളായിരിക്കും S5 ക്ലാസ്സിൽ ഉപയോഗിക്കുക. K-5 മിസൈലിന് 6500 കിലോമീറ്റർ വരെയായിരിക്കും മാക്സിമം റേഞ്ച്. 3 മുതൽ 4 വരെ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ അഥവാ MIRV ഇവയിലുണ്ടാകും. K-6 മിസൈലിന് 8000 കിലോമീറ്ററിന് മുകളിൽ റേഞ്ച് ഉണ്ടാകും. 6 മുതൽ 8 വരെ MIRV ഘടിപ്പിക്കുവാൻ സാധിക്കുന്ന മിസൈലാണ് K-6. K-5, K-6 മിസൈലുകളിലൂടെ ലോകത്തിന്റെ ഏത് കോണിലും ആക്രമണം നടത്തുവാൻ ഇന്ത്യക്ക് സാധിക്കും. S5 ക്ലാസ് നിർമ്മിക്കുന്നത് കൊച്ചിയിലായിരിക്കുമെന്നാണ് സൂചനകൾ. കൊച്ചിൻ ഷിപ്പ്യാർഡിനോട് ചേർന്ന് നിർമ്മിച്ച പുതിയ സബ്മറൈൻ മാനുഫാക്ചറിംഗ് കോംപ്ലക്സിലായിരിക്കും S5 ക്ലാസ് സബ്മറൈനുകൾ നിർമ്മിക്കുക. ഒരേ സമയം 3 S5 ക്ലാസ് സബ്മറൈനുകളെ നിർമ്മിക്കുവാൻ കൊച്ചിയിലെ ഈ ഫെസിലിറ്റിക്ക് സാധിക്കും. S5 ക്ലാസിന്റെ ഡിസൈനിങ് ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. 2027 തന്നെ ഇവയുടെ നിർമ്മാണം ആരംഭിക്കും എന്ന് കരുതാം. മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റാണ് 6 കൺവെൻഷണൽ സബ്മറൈനുകൾ ഇന്ത്യൻ നേവിക്ക് വേണ്ടി നിർമ്മിക്കുന്നതിന് P-75I പ്രോജക്റ്റിന് ഇന്ത്യൻ ഗവൺമെന്റ് അപ്രൂവൽ നൽകിയിരിക്കുന്നു എന്നത്. P-75I എന്നാൽ പ്രോജക്റ്റ് 75 ഇന്ത്യ എന്നാണ് അർത്ഥമാക്കുന്നത്. P-75Iൽ ഒരു വിദേശ രാജ്യവുമായി ചേർന്ന്
ഇന്ത്യ 6 ഡീസൽ ഇലക്ട്രിക് സബ്മറൈനുകൾ നിർമ്മിക്കുന്ന പ്രോഗ്രാമാണ്. സ്പെയിനിന്റെ നവാൻറ്റിയ, ജർമ്മനിയുടെ തൈസൻ ഗ്രൂപ്പ് മറൈൻ സിസ്റ്റംസ് അഥവാ TKMS എന്നിവരാണ് ഈ പ്രോഗ്രാമിൽ സഹകരിക്കുവാൻ തയ്യാറായിരുന്ന വിദേശ കമ്പനികൾ. ഇതിൽ LNT, നവാൻറ്റിയ എന്നിവരുടെ ജോയിന്റ് വെഞ്ചറിനെ പരാജയപ്പെടുത്തി മസഗോൺ ഡോക്ക് ലിമിറ്റഡ് TKMS ജോയിന്റ് വെഞ്ചറാണ് 6 P-75I സബ്മറൈനുകൾ നിർമ്മിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിനും മസഗോൺ ഡോക്ക് ലിമിറ്റഡിനും TKMSുമായി ചർച്ചകൾ ആരംഭിക്കുന്നതിനു വേണ്ടിയുള്ള അപ്രൂവലാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ മാസത്തോടുകൂടി തന്നെ ചർച്ചകൾ ആരംഭിക്കും. ടെക്നോളജി, വില എന്നിവയൊക്കെ സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്ത് 6 മാസത്തിനുള്ളിൽ ഡീൽ ഫൈനലൈസ് ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത്. P-75 സബ്മറൈനുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവയിൽ AIP അഥവാ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സിസ്റ്റം ഉണ്ടായിരിക്കും എന്നതാണ്. AIP ടെക്നോളജിയുടെ സഹായത്തോടുകൂടി P-75I സബ്മറൈനുകൾക്ക് 3 ആഴ്ച വരെ വെള്ളത്തിനടിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കും. ജർമ്മനിയുടെ ടൈപ്പ് 214 സബ്മറൈനുകളെ ബേസ് ചെയ്തായിരിക്കും P-75I നിർമ്മിക്കുക എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ജർമ്മനിയുടെ ടൈപ്പ് 212 സബ്മറൈൻ്റെ എക്സ്പോർട്ട് വേരിയന്റാണ് ടൈപ്പ് 214. 1800 ടണ്ണാണ് ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ്. ഫ്യൂവൽ സെൽ ബേസ്ഡ് ആയ AIP ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. വളരെ അഡ്വാൻസ്ഡ് ആയ സ്റ്റെൽത്ത് ഫീച്ചേഴ്സ് ഈ സബ്മറൈനുകൾക്കുണ്ട്. ഹെവി വെയ്റ്റ് ടോർപിഡോ, ആന്റിഷിപ്പ് മിസൈലുകൾ എന്നിവയും ഇവയിലുണ്ട്. ഇന്ത്യക്ക് വേണ്ടി ടൈപ്പ് 214നെ ബേസ് ചെയ്ത് വലിപ്പം കൂടിയ വേർഷൻ ആയിരിക്കും നിർമ്മിക്കുക. ടൈപ്പ് 212 ഉപയോഗിക്കുന്ന നോൺ മാഗ്നറ്റിക് സ്റ്റീൽ ഹൾ ടെക്നോളജി ടൈപ്പ് 214 നൽകിയിട്ടില്ല. ഈ ടെക്നോളജി ഇന്ത്യക്ക് വേണ്ടി നിർമ്മിക്കുന്ന വേർഷനിൽ ഉണ്ടാകുമോ എന്ന കാര്യം ഉറപ്പില്ല. ഇന്ത്യൻ നേവി നോൺ മാഗ്നറ്റിക് ഹൾ ടെക്നോളജിയിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് വളരെ അഡ്വാൻസ്ഡ് ആയ ഒരു ടെക്നോളജിയാണ്. ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, ക്ലാസിഫൈഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി ഇന്ത്യക്ക് നൽകുമോ എന്ന കാര്യം സംശയമാണ്. ജർമ്മനി പൊതുവെ ഇത്തരം ടെക്നോളജികൾ മറ്റ് രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ചും ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾക്ക് നൽകുവാൻ സാധ്യതയില്ല. ഇവ ലഭിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും അത്. നോൺ മാഗ്നറ്റിക് ഹൾ ടെക്നോളജി സബ്മറൈനുകളെ മാഗ്നറ്റിക് അനോമലി ഡിറ്റക്ടർ സെൻസറുകൾ ഉപയോഗിച്ച് കണ്ടെത്തുന്നതിൽ നിന്നും തടയുന്നു. സ്റ്റെൽത്തി ആയിട്ടുള്ള സബ്മറൈനുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ടെക്നോളജിയാണ് മാഗ്നറ്റിക് അനോമലി ഡിറ്റക്ഷൻ. നോൺ മാഗ്നറ്റിക് ഹൾ ടെക്നോളജി ഉപയോഗിക്കുന്നതോടെ എതിരാളികൾക്ക് സബ്മറൈനുകളെ ഡിറ്റക്ട് ചെയ്യുന്നതിന് വലിയൊരു പ്രതിബന്ധമുണ്ടാകും. ഇത് ഏതൊരു നേവിയെ സംബന്ധിച്ചും വളരെ ഗുണകരമായ ഒരു കാര്യമാണ്. INS അരിധമന്റെ ഇൻഡക്ഷൻ, S5 ക്ലാസ് SSBN, P-75I കൺവെൻഷണൽ സബ്മറൈൻ എന്നിവയുടെ നിർമ്മാണം, ഇവയിലൂടെ സബ്മറൈൻ കേപ്പബിലിറ്റിയിൽ വലിയൊരു മുന്നേറ്റത്തിനൊരുങ്ങുകയാണ് ഇന്ത്യൻ നേവി. ചൈനീസ് നേവിയുമായി പൊരുതുവാൻ ഇന്ത്യൻ നേവിയെ ഈ പുതിയ സബ്മറൈനുകൾ സഹായിക്കുമെന്ന കാര്യം ഉറപ്പാണ്. പ്രിയപ്പെട്ടവരെ, ഇത്രയും വിവരങ്ങൾ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.